ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഗതമാകുന്ന ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവം ആശംസിക്കുന്നു. ഈശോ ഈ ഭൂമിയിൽ പൂജാതനായതിൻ്റെ സന്തോഷമാണ് നമ്മളെല്ലാവരും ഈ ക്രിസ്മസിൽ സന്തോഷത്തോടു കൂടെ ആയിരിക്കാനായിട്ടുള്ള കാരണം. ക്രിസ്മസിൻ്റെ പുൽക്കൂട്ടിലേക്ക് നിങ്ങളെ ഒന്ന് ഞാൻ ക്ഷണിക്കുകയാണ്. ഈ പുൽക്കൂട്ടിൽ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ കാണുന്നത് നക്ഷത്രമാണ്. ഈ നക്ഷത്രമാണ് പൂജരാജാക്കന്മാരെ വഴിതെറ്റാതെ പുൽക്കൂട്ടിലേക്ക് അവരെ വഴി നയിച്ചത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്മസിൻ്റെ ഏറ്റവും അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമായി ഈ സ്റ്റാർ നക്ഷത്രങ്ങൾ മാറിയത് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ആകാശത്ത് നമ്മൾ കാണുന്ന മറ്റൊരു സന്ദേശമാണ്, അല്ലെങ്കിൽ മാലാഖമാര് പാടിയ ഗീതമാണ് മറ്റൊരു കാര്യം. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ് മാലാഖമാര് പാടിയത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അപ്പോൾ മാലാഖമാരുടെ ആ ഗീതം കേട്ടുകൊണ്ടാണ് ഓരോ പുൽക്കൂടും ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുക. പിന്നെ പുൽക്കൂട്ടിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിൽ അട്ടിടയന്മാരുണ്ട്. നമുക്കറിയാം, അട്ടിടയന്മാർക്കാണ് ഈശോയുടെ ജനനത്തിനെ കുറിച്ചുള്ള വാർത്ത മാലാഖമാര് ആദ്യം അറിയിച്ചത് അവരെയാണ്. അവർ സന്തോഷത്തോടുകൂടെ ഉണ്ണിയേശുവിനെ കാണാനായിട്ട് പുൽക്കൂട്ടിൽ വരുന്നു. മറ്റൊരു കൂട്ടരാണ് ജ്ഞാനികൾ. ആ ജ്ഞാനികൾ വന്ന് അവരുടെ കയ്യിലുള്ള പൊന്നും നീറയും കുന്തിരിക്കവും ഒക്കെ ഈശോയുടെ കാൽക്കൽ കാഴ്ചവെച്ച് കുമ്പിട്ട് വണങ്ങി അവർ തിരികെ പോകും. അങ്ങനെ രാജാതിരാജനെ വണങ്ങിയതിൻ്റെ കണ്ടുമുട്ടിയതിൻ്റെ സന്തോഷം പേറി വന്ന വഴിക്കല്ല, മറ്റൊരു വഴിയെ അവർ ജീവിതത്തിലേക്ക് തിരികെ പോകുന്നു. പുൽക്കൂട്ടിൽ കാണുന്ന മറ്റൊരു വിഭാഗമാണ് മൃഗങ്ങൾ. ആടുകളും പശുക്കളും ഒക്കെ ആ പുൽക്കൂട്ടിൽ ഈശോയ്ക്ക് വന്ന് പിറക്കാനായിട്ടുള്ള ഇടം കൊടുത്തു. കാരണം സത്രത്തിൽ ഈശോയ്ക്ക് പിറക്കാനായിട്ടുള്ള ഇടം ലഭിക്കാതെ വന്നപ്പോഴാണ് ഈ മൃഗങ്ങൾ അവരുടെ ആലയത്തിൽ ഈശോയ്ക്ക് പിറക്കാനായിട്ടുള്ള ഇടം കൊടുത്തത്. അതിൽ നമ്മൾ കാണുന്ന ഒരു സത്യം, മനുഷ്യർക്കില്ലാത്ത ഹൃദയവിശാലത ഈ മൃഗങ്ങൾക്കുണ്ടായി എന്നുള്ളതാണ്. മൃഗങ്ങളെക്കാൾ മനുഷ്യർ താഴേക്ക് മൃഗങ്ങളെക്കാൾ ഹൃദയവിശാലതയില്ലാത്തവരായിട്ട് മനുഷ്യർ മാറി എന്നുള്ളതും അതിൽ നിന്ന് വ്യക്തമാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ആ പുൽക്കൂട്ടിൽ കാണുന്നത് യൗസേപ്പ് പിതാവിനെയും മാതാവിനെയുമാണ്. യൗസേപ്പ് പിതാവും മാതാവും ഉണ്ണിയേശുവിനെ നോക്കിക്കൊണ്ട് തങ്ങൾക്ക് കിട്ടിയ ആ സ്വർഗീയ സൗഭാഗ്യത്തിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണായിരിക്കുക. ഈശോയുടെ അമ്മയാകുവാൻ, ഈശോയുടെ വളർത്തുപിതാവാകുവാൻ ഒക്കെ ആ മാതാപിതാക്കൾക്ക് കഴിഞ്ഞതിൻ്റെ സന്തോഷമാണ് അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ കാണുന്നത് ദിവ്യപ്രഭ തൂകി നിൽക്കുന്ന ഉണ്ണിയേശുവിനെയാണ്. ഉണ്ണിയേശുവിൻ്റെ മനസ്സിലുള്ള ചിന്തയും ഒരുപക്ഷെ ഒന്ന് ധ്യാനിച്ചാൽ, ഉണ്ണിയേശു ആ സമയം എനിക്ക് തോന്നുക, ഞാൻ ഈ ലോകത്തിലേക്ക് വന്ന് ജനിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ പാപങ്ങൾ പരിഹരിക്കുവാനായിട്ടുള്ള ബലിയാടായിട്ടാണ്. ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ ഒരു ആടിൻ്റെ അല്ലെങ്കിൽ ഒരു മൃഗത്തിൻ്റെ മുകളിൽ കെട്ടിവെച്ച് മരുഭൂമിയിലേക്ക് ഓടിച്ചു വിടുന്ന ഒരു ശൈലി പഴയ നിയമ കാലം മുതലേ വിട്ട് ഇന്ന് ആ ബലിമൃഗമായി, കുഞ്ഞാടായി നമ്മുടെ ഇടയിൽ വന്നു കിടന്നിരിക്കുന്നത് മിശിഹ തന്നെയാണ്. അങ്ങനെ ബലിയാടായി മാറിയ ആകാനുള്ള ശിശുവായിട്ടാണ് ഈ ലോകത്തിലേക്ക് രക്ഷകൻ ജനിച്ചിരിക്കുന്നത്. ഈ ലോകത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഈ പുൽക്കൂട്ടിൽ കാണുന്ന ഓരോ നക്ഷത്രമാകട്ടെ, മാലാഖമാരാകട്ടെ, അട്ടിടയരാകട്ടെ, ജ്ഞാനികളാകട്ടെ, മൃഗങ്ങളാകട്ടെ, യൗസേപ്പ് പിതാവിൻ്റെയും മാതാവിൻ്റെയും ഉണ്ണീശോയുടെയും ഒക്കെ റോളുകൾ
നമ്മുടെ ജീവിതത്തിലും നമുക്ക് വഹിക്കാനായിട്ടുണ്ട്. നമുക്ക് ഏതാണോ ഉചിതമായിട്ടുള്ള റോള് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഈ ആഗതമാകുന്ന ക്രിസ്മസിൻ്റെ സന്ദേശം നമ്മുടെ ഉള്ളിൽ പേറിക്കൊണ്ട് നന്നായി ജീവിക്കുവാൻ, ഈശോയ്ക്ക് ഇഷ്ടമുള്ള ഒരു ജീവിതം നയിക്കുവാൻ തമ്പുരാൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മേരി ക്രിസ്മസ്.